ഇന്ത്യയിലെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ ഇന്നൊരു ഉന്നതതല യോഗം ഡൽഹിയിൽ വിളിച്ചിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ആരോഗ്യ സെക്രട്ടറിമാർ പങ്കെടുക്കുമെന്നാണ് വിനീത വിജി റിപ്പോർട്ട് ചെയ്യുന്നത്. വിനീത തത്സമയം ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഡൽഹിയിലും ഈ കോവിഡ് സാഹചര്യം നിലനിൽക്കുകയാണല്ലോ. ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ കോവിഡിനെ കുറിച്ചുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചർച്ചയാകുമോ ഈ യോഗത്തിൽ നടക്കുക? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. തീർച്ചയായും ഡൽഹിയിലും കോവിഡ് സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കേസുകൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ്. തൊട്ട് പിന്നാലെ അതിനുശേഷം ഡൽഹിയിലും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഇതിനോടകം തന്നെ രാജ്യത്ത് 1000-ലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഒരു ഉന്നതതല യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുന്നത്. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്. ഓരോ സംസ്ഥാനത്തെയും ആരോഗ്യ സെക്രട്ടറിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഓരോ സംസ്ഥാനത്തെയും സ്ഥിതിഗതികൾ എന്തൊക്കെയാണ്, അവിടുത്തെ ആശുപത്രിയിലെ സജ്ജീകരണങ്ങൾ എങ്ങനെയാണ്, ഈ കോവിഡ് ഇങ്ങനെ വ്യാപിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ സ്വീകരിക്കണം, ഒപ്പം തന്നെ കോവിഡ് വകഭേദം അത് എങ്ങനെയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം കേരളം കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡൽഹിയിലാണ്. നേരത്തെ തന്നെ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത ആശുപത്രികൾക്കൊക്കെ തന്നെ അവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ബെഡ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഒക്കെ വളരെ കൃത്യമായി തന്നെ അത് ഉറപ്പാക്കണമെന്നൊക്കെ ഒരു നിർദ്ദേശം ഡൽഹിയിൽ നിന്ന് മന്ത്രിമാർ നൽകിയിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എങ്കിൽ പോലും നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ട ഒരു പശ്ചാത്തലം തന്നെയാണ് നിലവിലുള്ളത്. 1000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ഇനി നമ്മൾ ഏതെങ്കിലും മേഖലകളിൽ ഒരു പ്രത്യേക നിയന്ത്രണത്തിലേക്ക് അടക്കം പോകേണ്ടതുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ചേർന്ന യോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 ഘട്ടങ്ങളിലായി ഉണ്ടായ കോവിഡ് അത് നമ്മൾ തരണം ചെയ്തതാണ്. ആ ഘട്ടത്തിൽ വലിയ നിയന്ത്രണങ്ങളിലേക്കടക്കം രാജ്യം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിലേക്കുള്ളൊരു കടുത്ത നിയന്ത്രണത്തിലേക്കൊന്നും പോകില്ല എങ്കിൽ പോലും ഈ വ്യാപനം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ചില മേഖലകളിലേക്കൊക്കെ തന്നെ ഒരുപക്ഷെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ചില ഉന്നത വൃത്തങ്ങളിൽ നിന്നൊക്കെ അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്കുള്ള നിയന്ത്രണങ്ങൾ അത് ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം, ഒപ്പം തന്നെ ഈ കോവിഡ് വകഭേദം അത് എങ്ങനെയായിരിക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് ചേരുന്ന യോഗം ചർച്ച ചെയ്യുന്നത്. ഓരോ സംസ്ഥാനത്തെയും സ്ഥിതിഗതികൾ അതത് സംസ്ഥാനത്തെ സെക്രട്ടറിമാർ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി അറിയിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഏതെങ്കിലും വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമല്ല, പക്ഷെ നമ്മൾ മുൻകരുതലുകൾ എടുക്കണം. ആ മുൻകരുതൽ എങ്ങനെ വേണം എന്നുള്ള കാര്യമായിരിക്കും ഇന്നത്തെ യോഗത്തിലെ ഏറ്റവും പ്രധാനമായ ചർച്ചാ വിഷയം. എസ് കെ.